ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തെയല്ല, മറിച്ച് ആരുടെയെങ്കിലും കൈപ്പിഴ കൊണ്ട് സംഭവിക്കാവുന്ന ഒരു ആണവായുധ പ്രയോഗത്തെയാണ്. ലോകത്തെപ്പോഴെങ്കിലും ഒരു ആണവ യുദ്ധമുണ്ടായാൽ അതിൽ ആദ്യം അണുബോംബ് പ്രയോഗിക്കുന്നത് ഏത് രാജ്യമായിരിക്കും? ഇതിന് ലോകപ്രശസ്തനായ ഒരു ജിയോ പൊളിറ്റിക്കൽ നിരീക്ഷകൻ നൽകിയ ഉത്തരം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നതും അതേസമയം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഗതികേടിനെയും ഭീരുത്വത്തെയും തുറന്നു കാട്ടുന്നതുമാണ്. പ്രമുഖ ജിയോ പൊളിറ്റിക്കൽ നിരീക്ഷകനായ പ്രൊഫസർ ജിയാൻ സ്യൂക്കിൻ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത്. ലോകത്തിൽ ആദ്യ അണുബോംബ് പ്രയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാജ്യം പാകിസ്ഥാനാണെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ പറയുന്നു. ഇതിന് അദ്ദേഹം പറയുന്ന കാരണം വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ സാമ്പത്തികമായും ഭരണപരമായും തകർന്നടിഞ്ഞ, അഴിമതി നിറഞ്ഞ, തികച്ചും ദുർബലമായ ഒരു രാജ്യമാണ്. അവിടെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ ആണവായുധ നിയന്ത്രണ സംവിധാനങ്ങൾ പരാജയപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. മറുവശത്ത് ഇന്ത്യ ആകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ വമ്പൻ കരുത്തിന് മുന്നിൽ നേർക്കുനേർ നിന്ന് പൊരുതാൻ പാകിസ്ഥാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ യുദ്ധം ചെയ്താൽ തങ്ങൾ പൂർണ്ണമായും തകർന്നടിയുമെന്ന് ഉറപ്പുള്ള പാകിസ്ഥാൻ തങ്ങളുടെ സ്വന്തം നിലനിൽപ്പിനായി അവസാനത്തെ രക്ഷാമാർഗമായി അണുബോംബിനെ ആശ്രയിക്കേണ്ടി വരും എന്നാണ് ഈ വിദഗ്ധൻ പറയുന്നത്. അതായത് പാകിസ്ഥാൻ അണുബോംബ് ഇടുമെന്ന് പറയുന്നത് അവരുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തോടുള്ള ഭയവും സ്വന്തം കഴിവുകേടും കൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ആണവായുധങ്ങൾ ആദ്യം പ്രയോഗിക്കില്ല, അഥവാ നോ ഫസ്റ്റ് യൂസ് എന്ന വളരെ വ്യക്തമായ ഒരു നയമുണ്ട്. കാരണം പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യക്ക് അണുബോംബിന്റെ യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ സാധാരണ സൈനിക ശേഷി തന്നെ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സിപ്രിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പക്കൽ 190 ആണവ പോർമുനകളുണ്ട്. പാകിസ്ഥാന്റെ പക്കൽ 170 എണ്ണവും. പക്ഷേ ഇന്ത്യ ഈ ആയുധങ്ങൾ വെച്ചിരിക്കുന്നത് കേവലം ഒരു പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ പാകിസ്ഥാൻ ഇന്നുവരെ ആദ്യം പ്രയോഗിക്കില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടില്ല. സ്വന്തം സൈന്യത്തിന് കഴിവില്ലാത്തത് കൊണ്ട് അണുബോംബിന്റെ പേര് പറഞ്ഞ് ഇന്ത്യയെ ഭയപ്പെടുത്തുക എന്ന വില കുറഞ്ഞ തന്ത്രമാണ് അവർ കാലാകാലങ്ങളായി പയറ്റുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകും. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയോട് തോറ്റ് തുന്നമ്പാടിയപ്പോൾ അന്നത്തെ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫ് ആണവ ഭീഷണി മുഴക്കിയിരുന്നു. 2019 ബാലാകോട്ടിൽ ഇന്ത്യൻ വ്യോമസേന കയറി അടിച്ചപ്പോഴും ഇമ്രാൻഖാൻ ഇതേ ഭീഷണി ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ വർഷം 2025 മെയ് മാസത്തിൽ 26 ഇന്ത്യക്കാരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോഴും പാക് പ്രതിരോധ മന്ത്രി ആണവ യുദ്ധത്തിന്റെ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് കഴിഞ്ഞ മാസം അമേരിക്കയിൽ വെച്ച് പാക് സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞത്, ഞങ്ങൾ ഒരു ആണവ രാജ്യമാണ്, ഞങ്ങൾ തകർന്നാൽ ലോകത്തിന്റെ പകുതിയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്ന്. ജിയാങ് പറഞ്ഞ പ്രവചനത്തെ 100% ശരിവെക്കുന്നതാണ് പാക് സൈനിക മേധാവിയുടെ ഈ വാക്കുകൾ. ചുരുക്കത്തിൽ ലോകത്തിൽ ഒരു ആണവ യുദ്ധം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും ഗതികെട്ടാൽ പാകിസ്ഥാൻ അതിന് മുതിരുമെന്ന തന്നെയാണ് ഈ വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിലൂടെ ലോകത്തിന് മുന്നിൽ തെളിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ ആണവായുധം എന്ന ഒറ്റ കുറുക്ക് വഴി മാത്രമേ പാകിസ്ഥാന് മുന്നിലുള്ളൂ. ഇന്ത്യയുടെ തോൽക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരു ഭീരുവിന്റെ അവസാനത്തെ ആയുധം മാത്രമാണ് പാകിസ്ഥാന്റെ അണുബോംബ്. ആണവായുധം കാണിച്ച് പേടിപ്പിച്ചാൽ പിന്മാറുന്നവരല്ല അതിർത്തി കാക്കുന്ന നമ്മുടെ സൈനികർ എന്ന് പാകിസ്ഥാനും ലോകത്തിനും ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന സത്യം ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു.